എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും polyadmission.org എന്നുള്ള വെബ്സൈറ്റിലൂടെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒരു ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ ഒരു റെഗുലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ വെബ്സൈറ്റ് ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായിട്ട് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, അതല്ലെങ്കിൽ ആ ഒരു ഒ ടി പി അല്ല, ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് റിസൾട്ട് വരുന്നില്ല, അത് ലോഡാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്തതല്ല, വെബ്സൈറ്റിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രാത്രി ഒരു 10 മണിയൊക്കെ ആകുന്ന സമയത്ത് നോക്കുക. കാരണം ആ ഒരു സമയത്ത് വെബ്സൈറ്റ് അധികമാരും ഉപയോഗിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഇന്ന് പരിശോധിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നാളെ രാവിലെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടും പറ്റുന്നില്ല എങ്കിൽ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നത് ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു ചിലപ്പോൾ അതായത് ഇവിടെ നിലവിലിപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് കുറച്ച് ടൈമൊക്കെ വെയിറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പേജ് തന്നെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത പ്രോബ്ലം ഒന്നുമല്ല, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ചെക്ക് ചെയ്തിട്ടും നിങ്ങൾക്കത് ലോഡാവാത്തത്. അല്ലാതെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കാണിക്കുന്നതാണ്. പ്രൊഫൈൽ പേജല്ല, ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുന്ന പേജിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഈ ഒരു പോളിടെക്നിക്കിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ, അതായത് റെഗുലർ അഡ്മിഷൻ 2025-26 റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ 2025-26 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു പേജ് കുറച്ച് ലോഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചെക്ക് യുവർ ലാസ്റ്റ് റാങ്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിലും പരിശോധിക്കുന്ന രീതി സെയിം രീതി തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഏതാണ് അറിയേണ്ടത് ആ ഒരു ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അപ്പോൾ ഇത് പരിശോധിക്കുന്ന സമയത്ത്, അതായത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ ഇതുപോലെയാണ് ഉണ്ടാവുക, ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് പാർസ് എറർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ അതിൻ്റെ കോഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൻ്റെ കോഡാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പേജിൻ്റെ കോഡ് അല്ല, ജസ്റ്റ് ആ ഒരു പേജിൻ്റെ ആ ഒരു ഡിസൈൻ മാറിയിട്ട് ആ ഒരു പേജിൻ്റെ കോഡാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതെന്തോ സെർവറിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു പേജിൻ്റെ കോഡാണിത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ അടിക്കുന്നു. ജസ്റ്റ് ബാക്ക് ബട്ടൺ അടിച്ചിട്ട് ഇനി ആ ഒരു പേജിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു പേജിലേക്ക് പോകാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം വെബ്സൈറ്റ് നേരത്തെ പറഞ്ഞതുപോലെ പല വിദ്യാർത്ഥികൾക്കും ഇതുപോലെയാണ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് കാണുന്നത്, അതായത് ഈ ഒരു പേജ് എന്ന് പറയുന്നത് ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു പേജാണ്. അത് ലോഗിൻ അല്ല, ആ ഒരു നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനുള്ള പേജാണ്. എന്നാൽ ആ ഒരു പേജിൻ്റെ ആ ഒരു ഡിസൈൻ കാണിക്കുന്നതിന് പകരം ജസ്റ്റ് അവിടെ ആ ഒരു പേജിൻ്റെ കോഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, ഇതിലൊന്ന് ഏതെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ടുള്ള ആദ്യത്തെ ബോക്സ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ബോക്സ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ബോക്സിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ചുവപ്പ് കളറിലായിട്ട്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പച്ച കളറിലാണ് കൺഗ്രാജുലേഷൻസ് കാണാൻ പറ്റുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ചുവപ്പ് കളറിലായിട്ട് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജ് ലോഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അത് നിലവിൽ നിങ്ങൾക്ക് കാണാം, ആ ഒരു പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പാർസ് എറർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പേജിൻ്റെ കോഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ
ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത് നിങ്ങൾ അത് നോക്കിയിട്ടല്ല, അതായത് പേജ് ലോഡ് ആയിട്ടില്ല എന്ന് നോക്കിയിട്ടല്ല. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ മുകളിലായിട്ട് തന്നെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു പേജ് വീണ്ടും ഈ ഒരു പേജ് ലോഡാവുന്നില്ല. അപ്പോൾ അതെന്തോ സെർവർ ഇഷ്യൂ കൊണ്ടായിരിക്കും. അപ്പോൾ ഡാറ്റാബേസിൻ്റെ എന്തോ ഇഷ്യൂ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രാത്രിയൊക്കെ ആകുന്ന സമയത്ത് ഏകദേശം ഒരു 10 മണി 11 മണി ആ ഒരു ടൈമിലൊക്കെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിലവിൽ ഈ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് അത് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസും പരിശോധിക്കേണ്ടത്. നിലവിൽ ഇപ്പോൾ ആ ഒരു പേജൊന്നും ലോഡായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ രാവിലെയോടെയോ നോക്കുക. അപ്പോൾ എന്നിട്ട് പറ്റുന്നില്ല എങ്കിൽ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച് തരുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കല്ല, അതായത് നിങ്ങളുടെ ആ ഒരു കോളേജിൻ്റെ ഈ ഒരു അലോട്ടഡ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് 3ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് പോളിടെക്നിക് കോളേജാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പോളിടെക്നിക് കോളേജിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഏതിൻ്റെയാണോ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അറിയേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ഏത് കോട്ടയാണ്, ജനറൽ കോട്ട ഉണ്ടാകും, അതുപോലെ തന്നെ VHSC കോട്ട ഉണ്ടാകും, അതുപോലെ തന്നെ SC ST, അതുപോലെ തന്നെ പലതരത്തിലുള്ള കോട്ട ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ജനറൽ കോട്ടയിലും നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് ആ ഒരു കോട്ടയിലും നിങ്ങളുടെ ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോളേജിലെ ആ ഒരു കോഴ്സിൽ നിങ്ങളുടെ ആ ഒരു ജനറൽ കാറ്റഗറിയിലെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കാറ്റഗറിയിലെയും നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അതും ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കും താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു പേജ്, അതായത് പോളിടെക്നിക് കോളേജിൻ്റെ, അതായത് ഈ ഒരു പോളി അഡ്മിഷൻ ORG വെബ്സൈറ്റ് നിലവിൽ ആ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ ആ ഒരു പേജ് നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് രാത്രി ആവുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഒരു പേജ് ലോഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇനി ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ പാർഷ്യൽ ഓപ്ഷൻ ക്യാൻസലേഷൻ അതിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ, അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ്, അതായത് ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നിങ്ങനെയുള്ള സൗകര്യം മാത്രമാണ് നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അത് എന്താണെന്ന് പറയാം. അപ്പോൾ പാർഷ്യൽ ഓപ്ഷൻ ക്യാൻസലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണ് അത് റിമൂവ് ചെയ്യാനുള്ള സൗകര്യമാണ് പാർഷ്യൽ ഓപ്ഷൻ ക്യാൻസലേഷൻ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവിടെ നിലനിർത്തിയിട്ട്, അതായത് ബാക്കിയുള്ള വേണ്ടാത്ത ഓപ്ഷൻ റിമൂവ് ചെയ്യാനുള്ള സൗകര്യമാണ് ആ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് 1ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെ 5ാമത്തെയോ ഒക്കെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം. ആവശ്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. 1ാമത്തെ ഓപ്ഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലോ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കപ്പെടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 1ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതേസമയം വേറെ ഏതെങ്കിലും ഓപ്ഷൻ, 1ാമത്തെ ഓപ്ഷൻ അല്ലാതെ 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ അല്ലെങ്കിൽ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം പാർഷ്യൽ ഓപ്ഷൻ ക്യാൻസലേഷൻ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക്
നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ടാതെ മുഴുവനായിട്ട് റദ്ദ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്കിതിൽ ഇപ്പോൾ ഏതെങ്കിലും സെപ്പറേറ്റ് അല്ല ഒരു സ്പെസിഫിക് ആയിട്ട് അത് സെലക്റ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ എങ്കിൽ അതിന് മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻ യാതൊരു കാരണവശാലും പുനഃസ്ഥാപിക്കാനായിട്ട് പിന്നീട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന 4ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പോൾ 4ാമത്തെ ഓപ്ഷനെ പിടിച്ച് 1ാമതാക്കുക, 1ാമത്തെ ഓപ്ഷനെ 4ാമതാക്കുക, അതുപോലെ 2ാമത്തെ ഓപ്ഷനെ 3ാമതാക്കുക, 3ാമത്തെ ഓപ്ഷനെ 2ാമതാക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓപ്ഷൻ്റെ സ്ഥാനം ചെയ്ത് കൊടുക്കുന്നതാണ് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും, ഇനിയിപ്പോൾ സെക്കൻഡ് ഓപ്ഷനോ അതിന് താഴെ വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനോ നേടാവുന്നതാണ്. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ പെർമനൻറ്റ് അഡ്മിഷൻ എങ്ങനെയാണെന്ന് പറയാം. പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോ എന്നാണ് പറയുക. അപ്പോൾ അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഫീസ് അടച്ച് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ പോവുക. നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നത് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവർ കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റ് വഴി അത് രേഖപ്പെടുത്തും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടിയ ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തതുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷനോ അതിന് താഴെ വേറെ ഏതെങ്കിലും ഓപ്ഷനുകളാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനോ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.